അമ്മ? ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. എന്ത് ചിരിപ്പിച്ചമ്മ? ഞാൻ എന്ത് പറഞ്ഞു അമ്മക്ക് ചിരിക്കാൻ വേണ്ടി മാത്രം? ഞാൻ അതല്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചറിയോ? ഇന്ന് എന്താന്ന് പറയുന്നത് ഞാൻ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നപ്പ പറഞ്ഞുതരാം. ഞാൻ ചിരിച്ചു എന്താ ആലോചിച്ചിട്ട്. ഒരു ഒഴിച്ചുകറിയാണ് കേട്ടാ, ഒരു സാധാരണ കറി. ഇതിപ്പോ ആരും ഉണ്ടാക്കാത്ത കറിയൊന്നുമല്ല. ബാക്കി എന്താ ഒഴിക്കേണ്ട കഴിക്കുക? അങ്ങനെയല്ല, ഒഴിച്ചുകറി എന്ന് പറഞ്ഞാൽ ചാറ് കറി എന്നാണ് പറയാ. എല്ലാ ചാറ് കറി ഒഴിച്ചെന്നല്ലേ കഴിക്കുക? ആരും ഉണ്ടാക്കാത്ത കറിയൊന്നുമല്ല, സിമ്പിളായിട്ട് എല്ലാരും ഉണ്ടാക്കണതല്ലേ. പക്ഷെ എനിക്കിങ്ങനെ വന്നിട്ട് അവരെ കാണണ്ടേ, അപ്പൊ ഞാൻ ഉണ്ടാക്കണമെന്നൊന്ന് കാണിക്കണം. ഇപ്പൊ അമ്മ ചോദിക്കും ഞാൻ എന്തിനാ ചിരിച്ചത്. ഞാൻ എന്തിനാ ചിരിച്ചറിയോ? അമ്മ ഒന്നുമില്ലെങ്കിൽ മത്തന്റെ ഇലയും കൊണ്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മിറ്റത്ത് അവിടെ ഇവിടെ ഉള്ള സാധനമൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അത് കറി വെച്ച് വെക്കാൻ വേണ്ടി അമ്മ വരുന്ന വരവ് എങ്ങനെ അറിയോ? തലയിലതൊരു കെട്ട്, പിന്നെ വേർക്കുമ്പോ തുടയ്ക്കാൻ ഒരു തുണി, മുഖം തുടയ്ക്കാൻ, പിന്നെ അതാ കുടിക്കാൻ ഇതാ ആ വെള്ളം. ഇതൊക്കെ ഇങ്ങനെ കണ്ടാ വിചാരിക്കുക അമ്മ ഒരു 10-30 പേർക്ക് എന്തോ പാചകം ഉണ്ടാക്കുകയാണെന്ന്. അത് മാത്രമല്ല സ്പെഷ്യലായിട്ട് എന്തൊക്കെ ബുദ്ധിമുടിച്ച് വിട്ട് ഉണ്ടാക്കണം തോന്നിപ്പോമ്മ. അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു തോർത്ത് കുടിക്കാൻ വെള്ളം വെക്കണ്ടേ? രാവിലെ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇവിടെ ടിഫിൻ ഉണ്ടാക്കാൻ വന്നല്ലേ, ഇഡലി ഇതൊക്കെ ചട്നിയൊക്കെ ഉണ്ടാക്കിയില്ലേ. പിന്നെ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇതൊന്നും മാറ്റാനൊന്നും സമയമില്ല. അപ്പൊ അടുക്കളയിൽ വേഗം ഇതും കൂടി കഴിച്ചിട്ട് പോവാച്ചിട്ടാണ്. പിന്നെ തുടയ്ക്കാൻ എന്തെങ്കിലും എല്ലാരും വെക്കും അടുക്കളയിൽ. പിന്നെ ഒരു തോർത്ത്, നീ മറ്റുള്ള അടുക്കളയിൽ പോയി നോക്കിയിട്ടില്ലോ? ഒരു തോർത്ത് തോടത്ത് നീ മറ്റുള്ള അടുക്കളയിൽ പോയി നോക്കിയിട്ടില്ല? നോക്കിയിട്ടുണ്ട്. എവിടെ? ഒരു തോർത്ത് ഇങ്ങനെ തുടത്ത് വെക്കായിരുന്നല്ലോ, ഒരു ഭണ്ടാരി ലുക്ക്. വെക്കാറുണ്ട്. ഇപ്പൊ ഞാനത് വീഡിയോ പിടിക്കുന്ന കാരണം വെക്കാം. ഇനി അതും ഉണ്ടാവോ? അത് ഞാൻ ഇടയ്ക്ക് അതെ, അത് പോട്ടെ. നിനക്കുള്ള സാധനം ഉണ്ടോ ഇവിടെ? എവിടെ? നിനക്ക് എന്റെ കൂട്ടുകാർ 10-20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അല്ലേ? 18 എന്തായാലും ഉണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന് തന്നില്ലേ വേണ്ടതൊക്കെ? മട്ടൻ ബിരിയാണി, ചിക്കൻ കബാബ്, പിന്നെന്താണ്ടെന്ന്, എനിക്കോ മനസ്സിലായില്ല. ചിക്കൻ കൊണ്ട് വേറെ എന്തോന്നുണ്ടാവുന്നത്, എന്താണ് കൊണ്ടാട്ടോ അങ്ങനെ എന്തോ. ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തന്നില്ലേ? അതെങ്ങനെ എനിക്കാവാം ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നെങ്കിൽ നീ തന്നെ കഴിക്കല് കൂടുതല്. അപ്പൊ കൂടുതൽ ആര് കഴിക്കും? അവരുടെ പേരാ വരില്ലോ അല്ലേ? ഞാൻ കഴിച്ചോ? ഇന്നലെ കഴിച്ചില്ല. ഇന്ന് വെച്ചിട്ട് ഇന്ന് കഴിക്കില്ല എന്നില്ലല്ലോ. ഒത്തിരി കഴിച്ചു നോക്കൂ, അത്രേ ഉള്ളൂ. അത് പോട്ടെ, അതൊക്കെ അവിടെ ഉണ്ട് അല്ലേ? പക്ഷെ അതെങ്ങനെയാ? അത് നമ്മുടെ കൂട്ടുകാരായിട്ട് എന്താ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊണ്ടുവന്നത്? അല്ല, ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോ അങ്ങനെയാണല്ലോ. അതല്ല, അവർക്ക് അങ്ങനെയാണ്. നിന്റെ എന്താ വിളിക്കുക? ഉസ്താദേ വിളിക്കും, ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പൊ അവര് പറയും ഉസ്താദേ എന്ന് വിളിക്കും ഇവരെ. പക്ഷേ എന്താ അറിയോ, അവരതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുക. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മട്ടനും ചിക്കനും ഒക്കെ തന്നെയല്ലേ അവരുണ്ടാക്കുക. അതാണ് ഉദ്ദേശം. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറയാം കേട്ടോ. സാധനങ്ങൾ പറയും. അതിന് വെള്ളരിക്ക്, കായ്, സവോളയാണ് കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി, കറിവേപ്പില, ഉണക്കമുളക് ഇതൊക്കെ വറവിടാം. ഇതെന്താ അറിയോ? നാളികേരം, പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. മഞ്ഞളും കൂടി കേട്ടോ. എന്താ പറഞ്ഞ മല്ലിയോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ഇടുന്നില്ല നമ്മൾ. അപ്പൊ നമുക്ക് ഈ കഷ്ണം ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നീ കഴിക്കണ്ട കേട്ടോ. അത് എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ആൾക്കാരെ കാണണ്ടേ എനിക്ക് പറയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരിതിലെങ്ങനെയമ്മ കാണുക? ഞാൻ അവരെ കണ്ടില്ലെങ്കിൽ അവർക്ക് എന്നെ കണ്ടൂടെ? അപ്പൊ ചേച്ചി എവിടെയെന്ന് അവര് വിചാരിക്കില്ലേ? അവരത് ഇഷ്ടപ്പെട്ടോളൂ കേട്ടോ. എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീസേറിടുമ്പോ ഒരു പരസ്യം എന്നും എൻ്റെ അത് എന്താ അറിയോ? സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. എന്റെ അമ്മോ, എനിക്കിത് കാണുമ്പോഴാ എൻ്റെ അമ്മോ. അമ്മക്ക് ആ പരസ്യം ഓർമ്മയുണ്ടമ്മ? എല്ലാം മലയുടെ കാസറ്റ് ഇടുമ്പോഴേ അതിൻ്റെ ഇടയ്ക്കൊരു പരസ്യം വരും അല്ലേ? സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാലും അതങ്ങനെ തന്നെയാണ്. സ്നേഹത്തിന്റെ പരിമളം തന്നെയാണ് എന്നും ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കാണ്ടൊക്കെ വരിക. മറ്റുള്ള പരിമളങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറെ വേർപ്പൊക്കെ വരും. അപ്പൊ ആ പരിമളം വേറെ രീതിയിൽ പോകും. സ്നേഹത്തിന്റെ പരിമളം അങ്ങനെയല്ല മോനെ, അതെന്നും ഒരേപോലെ ഉണ്ടാവും. അതിനെന്നും ഒരേ പരിമളായിരിക്കും. അതിന്റെ പരിമളം ഒരിക്കലും ഇല്ലാണ്ടാവില്ല. പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് പുറത്ത്
പോയി ഒന്ന് വേർത്തൊക്കെ വരുമ്പോഴേക്കും ആ പെർഫ്യൂമിന്റെയും വേർപ്പിന്റെയും ഒക്കെ മണം കൂടി അതൊരു പൊട്ട മണായി മാറും. ഞങ്ങളുടെ സ്നേഹം അങ്ങനെയല്ല. പെർഫ്യൂം കമ്പനിക്കാരും കേസ് കൊടുക്കൂട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ. അമ്മ അപ്പൊ അതായിരിക്കും ഈ വീട് മുഴുവൻ അമ്മയുടെ പരിമളം. അപ്പൊ അമ്മയുടെ സ്നേഹം കൂടെ പരിമളാണ് വീട് മുഴുവൻ ഉള്ളത്. അങ്ങനെയല്ല, സ്നേഹത്തിന്റെ പരിമളാണല്ലോ ഒളിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അമ്മയുടെ പരിമളാണല്ലോ അവിടെ നിറഞ്ഞിരിക്കണത്. പക്ക പിടികിട്ടുണ്ട്. എന്നെയാ എന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താ അറിയോ, അതെ ഞാനുള്ളപ്പോ അതിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ഞാനുള്ളപ്പോഴോ? അത് ശരി. അമ്മ അപ്പൊ എവിടേക്ക് പോവാ നിൽക്കുക? അങ്ങനെ എല്ലാവരും പറയും. അതുപോലെ ഞാനും പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും. ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാ പറയും. അപ്പൊ എന്താ അറിയോ, ഞാൻ നല്ലതല്ലേ പറഞ്ഞു, സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കില്ല. കളിയാക്കൽ പോലെയാണ്. അയ്യേ അമ്മ, ഈ വീട് സ്നേഹത്തിന്റെ പരിമളം ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വില അറിയുള്ളൂ. അല്ല, ഈ വീട് മുഴുവൻ അമ്മയുടെ പരിമളാണെന്ന് പറഞ്ഞാണോ ഞാൻ ചെയ്ത തെറ്റ്? പക്ഷെ എന്തൊരു കഷ്ടാണ് നോക്കിയ. ഞാൻ അതിന് അനുസരിച്ച് തന്നെ ഞാനൊരു കാര്യം പറയാം. എന്താ അറിയോ, എല്ലാ വീടുകളിലും എല്ലായിടത്തും ഒരാളുണ്ടാവും. ആരെങ്കിലും ഒരാള്, ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവായിരിക്കും. പക്ഷെ ഒരാളുടെ കാര്യം ഞാൻ പറയാം. ഒരാൾ എന്നും ഉണ്ടാവും. എന്താ അറിയാം, അവര് പറയാ എന്നും ഞാൻ ഇല്ലാണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ ഇല്ലാണ്ടായാലേ നിങ്ങൾ അറിയാം കേട്ടോ. അങ്ങനെ പറയും. ശരിയാണ് കേട്ടോ. എന്താ അറിയോ, ഞാനിപ്പോ എൻ്റെ അച്ഛമ്മ മുതൽ അമ്മമ്മ മുതൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിന് അച്ചാച്ചൻ മുതൽ എന്തിന് ഈ നിൽക്കണ അമ്മ അടക്കം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇല്ലാതാവുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ വില നിങ്ങക്ക് അറിയും. അത് എന്താണ് ഒരു വീട്ടിൽ ഒരാൾ, ഒരു അച്ഛനാവട്ടെ, ഒരു പക്ഷെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ അല്ല മകനോ മകളോ ആർക്കും അത് പറയാം. എന്താ പറഞ്ഞ അവര് ആ വീട്ടിലെ എല്ലാവരെയും ഒരുപാട് കരുതലോടെ അവര് എന്താ പറയാ ഓരോരുത്തരുടെയും മനസ്സ് മനസ്സിലാക്കിയവരായിരിക്കും. എല്ലാവരും മനസ്സിലാക്കണമെന്നില്ലല്ലോ. ഒരാളെങ്കിലും ഉണ്ടാവും ഒരു വീട്ടിൽ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഒരാളുടെ കാര്യമാണ്. അതായത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിപ്പോ ഒരാളെന്ന് പറയുകയുള്ളത്. അപ്പൊ ആ ആൾക്ക് നമ്മുടെ കണ്ണിന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. കറക്റ്റാണ് കേട്ടമ്മ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു വന്ന അപ്പ അമ്മേന്റെ കണ്ണിന് നോക്കി കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി അവരറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അവര് പോലും അറിയാണ്ട് അവരുടെ എല്ലാ നന്മകൾക്കും വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവര്, നമ്മൾ പറയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. അങ്ങനെയുള്ള ഒരു വ്യക്തി എല്ലാ വീട്ടിലും. നമ്മുടെ പുഞ്ചിരിക്ക് പിന്നാമ്പറത്ത് നമ്മുടെ ദുഃഖത്തെ മനസ്സിലാക്കുന്നവര്. ഇപ്പൊ മനസ്സിലായോ? ഇവരെങ്കിലും പറഞ്ഞോളൂ, ട്രെയിൻ പോണ പോലെയാണ്. അപ്പൊ അയ്യോ, ഇത് ഓവർടേക്ക് ചെയ്തെന്നുള്ള ദേഷ്യമാണ് കേട്ടോ. ഇല്ലില്ല, ഞാൻ പറയില്ല. ദേഷ്യമില്ല, അപ്പൊ ഇഷ്ടംപോലെ പറയാറ്. അപ്പൊ അങ്ങനെ ഒരാള് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. പക്ഷെ അവരുടെ വായന്ന് അവർക്ക് എല്ലാ കുടുംബക്കാരും എല്ലാവരും ഭയങ്കര പരിഗണനയാണ്. അതായത് അവർക്ക് വേണ്ടിയല്ല, ആ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് അവരുടെ ജീവിതം എന്നുള്ളത് അവർക്കറിയാം. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ മറ്റുള്ളവര് ആ പരിഗണന അത്രത്തോളം അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല എന്നവർക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോഴാണ് അവർ ഈ പറയാ, എന്ത് ഞാനുള്ളപ്പോ നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല, ഞാൻ ഇല്ലാണ്ടാവണം, അപ്പോഴേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് മനസ്സിലാവും എന്ന് പറയാ. അല്ലെ, അതെന്തുകൊണ്ടാ പറയുന്നത് അറിയും? അവര് എത്രത്തോളം നമ്മളെ പരിഗണിക്കുന്നുണ്ട്, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ആവശ്യം നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയി. നമുക്ക് ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ, ഞാൻ ഇല്ലാണ്ടാവുമ്പോൾ എൻ്റെ വില മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ ചിലരിപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ലല്ലോ. അത് യഥാർത്ഥമായിട്ടിപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. ഇവരൊക്കെ എന്തെങ്കിലും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് അമ്മേനോടല്ല, പൊതുവെ. അപ്പൊ നിങ്ങൾക്ക് ആ വില യഥാർത്ഥത്തിൽ എല്ലാവർക്കും മനസ്സിലായോ? അമ്മ കൂടുതൽ പറയും. പക്ഷെ ആ പറച്ചില് എല്ലാവർക്കും മനസ്സിലായി അമ്മ ഇല്ലാണ്ടായപ്പോ. അതുപോലെ എത്രയോ വീടുകളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവര് പറയുന്നുണ്ട്, അയ്യോ അവരില്ലാണ്ട് ഈ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാണ്ടായി, എന്ത് കാര്യം ഞാൻ പറയാണ്ട് എൻ്റെ എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ അന്ന് എനിക്കത് തോന്നിയില്ല. ഇപ്പോഴാണ് അതിന്റെ നഷ്ടം എനിക്ക് മനസ്സിലാവുന്നത്. എത്രയോ പേര്. പിന്നെ അതിലൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു സംസാരം ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇല്ലാണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നവർ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ,
അവർക്ക് പ്രതീക്ഷിക്കുന്ന പരിഗണന കിട്ടാണ്ട് വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദുഃഖങ്ങൾക്ക്, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിലെല്ലാം നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കുകയും നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെക്കാളും കൂടുതൽ ദുഃഖപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, അവരെ നമ്മളവിടെ എന്നും നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള അമിതമായ നമ്മുടെ ഒരു വിശ്വാസം. എന്താ അറിയോ, ഞാനിപ്പോൾ വലിയ പരിഗണന കൊടുത്തില്ലെങ്കിലും, ഞാൻ മൈൻഡ് ചെയ്താലും എൻ്റെ അമ്മയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എന്നെ മനസ്സിലായിക്കോളെന്നുള്ള ആ പരിഗണന കുറവ് അതിങ്ങനെ കൂടി വരുമ്പോൾ അവർക്കൊരു തോന്നലാണ്, ഇവർക്കൊക്കെ ഇങ്ങനെയാണല്ലോ, ഒരു ദിവസം ഞാൻ ഇല്ലാണ്ടാവുമ്പോൾ ഇവർക്കിത് മനസ്സിലാവുന്നുള്ള ആ പറച്ചലിനും കൂടി ഒരു സ്നേഹം കൂടുതലുണ്ട് അല്ലേ. പക്ഷെ അത് പറയുന്നത് എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അവർ ആ കുടുംബത്തിന് വേണ്ടി അവരുടെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. തന്റെ സുഖത്തെക്കാളും കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി അവർ നന്നാവണം, എന്റെ മക്കൾ നന്നാവണം. യഥാർത്ഥമായി പറഞ്ഞ ആ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യം അവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാൽ അവരില്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ മനസ്സിലാക്കുക. അല്ലാതെ സ്വാർത്ഥ ചിത്തരായിട്ട് ഭർത്താവ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാര്യ എന്തോ ആയിക്കോട്ടെ, മക്കളെന്തോ ആയിക്കോട്ടെ, ഞാൻ എന്റെ സുഖം നോക്കി അങ്ങനെ ഇരിക്കണവർ പറയുമ്പോൾ അങ്ങനത്തെ വായ നിങ്ങനത്തെ വർത്താനം വരൂല്ല. ഞാൻ എന്റെ കാര്യം, കാരണം അവർക്ക് സ്വയമായിട്ട് അറിയാം ഞാൻ ഇല്ലാണ്ടായ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഇല്ലാണ്ടാവണ ഒരു ദിവസം. അവരുടെ മനസ്സിൽ അത് പറയുമ്പോഴും ഉണ്ടാവും, അയ്യോ ഭഗവാനെ ഞാൻ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞല്ലോ, അയ്യോ ഞാൻ ഇല്ലാണ്ടായ എന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അങ്ങനെയുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ അപ്പോഴും ഒരു നോവായിട്ട് നിൽക്കും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സത്യമായിട്ടും ഈ സംസാരമാണ് എല്ലാ ബന്ധങ്ങളുടെയും ഉറവിടം. അത് എവിടെ കുറഞ്ഞു പോകണം, ഒരു വീട്ടിനുള്ളിലായിക്കോട്ടെ, നമ്മുടെ 4 പേരുണ്ട്, ബന്ധങ്ങളുടെ, സ്വന്തങ്ങളുടെ, അകന്ന ബന്ധങ്ങളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ നമുക്ക് പിന്നീട് വെക്കാം. പക്ഷെ വീട്ടിനുള്ളിലുള്ള 3 4 പേര് അവരും ആവശ്യത്തിന് സംസാരിക്കാൻ ഇരുന്നാലാണ് ഇങ്ങനത്തെ ചിന്തകൾ അവരുടെ മനസ്സിൽ വരിക. കാരണം സംസാരത്തിനെക്കാളിലും വലിയൊരു ഉറവിടമില്ല അല്ലേ. ഒരു നിലയ്ക്കാത്ത ജലം പോലെ എന്നും സ്നേഹം നിറഞ്ഞു നിൽക്കണമെങ്കിൽ അത്യാവശ്യം പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കണം. ഒന്നും മറിച്ച് വെക്കാണ്ട് സംസാരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം അല്ലേ. അപ്പം അങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അതിന് ദുഃഖം എന്താണെന്നറിയാം. ഇന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇന്ന വ്യക്തികൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലില്ല, ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളൊക്കെ ഈ കാശിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണല്ലോ എല്ലാവരും. അപ്പോൾ ഒരു ഓട്ട മത്സരമാണ് ജീവിതം. കാശിന് വേണ്ടി ഓടി 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 കുറേ കാശുണ്ടാക്കണം. ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറേ കാശുണ്ടാക്കുന്നതിനിടയ്ക്ക് ജീവിതത്തിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞു പോയി എന്ന് വെക്കുക. അങ്ങനെ കഴിഞ്ഞു പോയി നമ്മളൊന്ന് ടയർഡായി, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കിടക്കയിലോ കിടപ്പിലായോ അങ്ങനെയൊക്കെ ആയിണ്ടാവും. പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിലുള്ളവർ എന്ത് പറയുകയോ, എന്തുണ്ടായിട്ട് എന്താ കാര്യം, കുറെ കാശുണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൂടി ഞങ്ങൾക്കൊന്നും നൽകിയില്ല പറയും. കാരണം ഇങ്ങോട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് സമയം നൽകില്ല, മക്കൾക്ക് സമയം നൽകില്ല. അവിടെ കിടക്കുന്നുണ്ട്, പൈസ ഉണ്ടല്ലോ ആരെങ്കിലും വെച്ച് നോക്കിക്കോളൂ എന്ന് പറയുന്ന മക്കളടക്കുന്നുണ്ട്. കാരണം അത് നമ്മളെ സ്നേഹിച്ചില്ല, നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ മനസ്സില്ല. കാരണം ഈ സ്നേഹം കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുള്ളൂ. ഇവർക്ക് ഉണ്ടാക്കി വെച്ച കാശിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി ഓടിയതാണെന്നൊക്കെ മറന്നുപോകും. അപ്പോൾ ജീവിക്കാൻ മറന്നുപോകും. കുറേ ഓട്ടമത്സരം കഴിഞ്ഞിട്ട് അങ്ങേ അറ്റത്തെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നല്ലൊരു കാലുണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് വേണ്ടി ഉണ്ടായ ഒരു സമയം, ആ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആർക്ക് വേണ്ടി ആ സമയം നഷ്ടപ്പെട്ടു പോയോ അതേ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കച്ചേ സംസാരിക്കും. അതെന്താ അറിയോ, നമ്മളിപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ അത്രത്തോളം തന്നെ പ്രാധാന്യം ആ കുടുംബത്തിന് സ്നേഹം കൊടുക്കാനും കാണിക്കണം. പണം മാത്രം പോരാ. അപ്പോഴല്ലേ ആ വീടിൻ്റെ ഒരു ഐശ്വര്യം, ആ ഒരു സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാവുക. പണത്തിന് മാത്രം മതി എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും എന്നുള്ള തോന്നൽ പാടില്ല ഏതൊരാൾക്കും അല്ലേ. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് സ്നേഹം എന്താണെന്ന് അവർക്കും അറിയില്ല. ഒരു എല്ലാ വീട്ടിലും ചില പാവപ്പെട്ടവരുടെ വീട്ടിൽ കാണാം ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജീവിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഈ പണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് നടക്കുന്ന ഒരു അച്ഛനാവട്ടെ, ഒരു അമ്മയാവട്ടെ, അല്ലെങ്കിൽ ആരായാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവോ മക്കൾക്കും ഭാര്യയ്ക്കൊന്നും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അവർക്ക് സ്നേഹത്തിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ പണം മാത്രം പോരാ. ഈ പണം നാളേക്ക് എൻ്റെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ആവശ്യം കവിഞ്ഞും പൈസ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവർ ഇവിടെ സ്നേഹം കിട്ടാണ്ട് അതിനേക്കാളും അയ്യോ അവരുടെ വീട്ടിൽ നിന്നൊക്കെ അവരുടെ അച്ഛൻ അമ്മ എന്തുമാത്രം സ്നേഹമാണ്, ഞങ്ങൾക്ക് ആ സ്നേഹം ഇല്ലല്ലോ എന്ന് തോന്നില്ലേ. പക്ഷെ ആഡംബര ജീവിതം ഉണ്ടാവും. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും മനുഷ്യൻ ചിന്തിക്കില്ല. ആ വളർന്ന മക്കൾക്ക് പിന്നീട് അവർക്കും ഉണ്ടാവില്ല ആ സ്നേഹം. കാരണം എന്താ പറഞ്ഞാൽ അവർക്കത് കിട്ടിയിട്ടില്ലല്ലോ. അവരുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. കുറെ സമ്പത്ത് ഉണ്ടായാൽ മതി. ചിലർ അതൊന്നും മാറ്റം വരും കേട്ടോ. ഈ സമ്പത്ത് മാത്രം പോരാ, ഞങ്ങൾ സ്നേഹിക്കണം, എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
പൊതുവെ അതും ഉണ്ടാവും ഇതും ഉണ്ടാവും. പക്ഷെ എന്താ പറയുക, ഈ സമ്പത്ത് കൂട്ടി വെച്ച് അത് മതി ഭാര്യയ്ക്കും മക്കൾക്കും ഇനി അവരുടെ തലമുറയൊക്കെ കഴിയാനുള്ള സ്വത്തുണ്ടാക്കുക എന്ന് പറയുന്നതിൽ സ്നേഹിക്കാൻ മറന്നുപോകും. ആ മറന്നു പോകുമ്പോൾ അവർ സ്നേഹത്തിന് വേണ്ടി പരിതപിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അത് കൊടുക്കാതെ അവസാനം എല്ലാം സമ്പാദിച്ചു വെച്ച് അവസാനമായി ഒരു മുക്കിൽ കിടക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് അവരോട് പരിഗണന അവർ പണം കൊണ്ടേ കാണിക്കുള്ളൂ. ഒരു ഹോംലെസ്സിനെ വെക്കാം, അല്ലാണ്ട് ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു മനോഭാവം അവൻ്റെ ഉള്ളിൽ ആ ഫീല് വരില്ല. അതുപോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള സമയം ഉണ്ടല്ലമ്മ, ഈ സമയം ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരു കാലത്തും പിന്നെ തിരിച്ചു കിട്ടില്ല. കാരണം പോയ സമയം ഒരിക്കലും നമുക്ക് റിട്ടേൺ ഇല്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ട് വെന്തു, പരിപ്പിട്ടു, കഷ്ണങ്ങൾ വെന്തു. ഇനി നമുക്ക് ഇത് ഉപ്പൊക്കെ നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പുണ്ട്. ഇത് ഞാൻ പുളി ഒഴിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഈ തക്കാളിയുടെ പുളിപ്പെന്നെ നല്ല പുളിപ്പാണ്. അപ്പോൾ അത് മതി എന്ന് വിചാരിക്കും. തക്കാളി ഇത്തിരി കൂടുതൽ ഇടുമല്ലോ. ഇനി പുളി വേണമെന്നുള്ളവർക്ക് ലൈറ്റായിട്ട് ഇത്തിരി പുളി ഒഴിക്കാം, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ അപ്പോൾ അതാ ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും വെളുത്തുള്ളി കൂടുതലാവരുത്, ഒരല്ലിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് വെളുത്തുള്ളി ഒന്നും ഇടരുത്, ഒരല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് അരപ്പ് വെള്ളം. നല്ല ഒരു മണം. അരപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് തട കയറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു മോരിൻ്റെ മണം പോലെ വരുന്നു. അതെന്താണ്? മോരില്ല, ഇത് അരപ്പിൻ്റെ മണം. അത് മോര് ഇത് അരപ്പല്ലേ നമ്മൾ. അതാണല്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതൊന്ന് തട കയറുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒന്ന് വറവിട്ട് കൊടുത്താൽ കാര്യമാണ്. അതുപോലെ സ്നേഹിക്കാനും സ്നേഹം നൽകാനും ഒരിക്കലും മറന്നു പോകരുത്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടാത്ത ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, സമയം. ആ സമയത്ത് നമ്മൾ സ്നേഹിക്കാൻ മറന്നുപോയാൽ പിന്നെ നമ്മൾ സ്നേഹിക്കുമെന്ന് വിചാരിച്ചാലും നമുക്ക് അതിനുള്ള സമയം കഴിഞ്ഞു പോയില്ല. ഒരിക്കൽ കഴിഞ്ഞു പോയ സമയത്ത് പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ഉപമ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അമ്മയൊക്കെ എന്നും ഒരു ദേഷ്യം വന്ന് അങ്ങനെ പറയും. ഞാൻ സ്വാഭാവികമായിട്ട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അമ്മ ആദ്യം പറഞ്ഞ ആ കാര്യം, ഞാനില്ലാണ്ടാവട്ടെ അന്ന് എൻ്റെ വില അറിയാമെന്ന് പറയണൊക്കെ ഞങ്ങൾ പേരക്കുട്ടികളായിട്ടുള്ള സമയത്ത് തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ആരും മനസ്സിലാക്കിയില്ല. പക്ഷെ ഇന്ന് അമ്മയൊക്കെ അത് ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നില്ലേ, ഈ ലോകത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെ ആപത്തുകളും നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ടെന്ന് ചിന്തിക്കുമ്പോൾ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുന്നുള്ള സത്യം ഉണ്ട് അവിടെ, അല്ലേ? നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മളൊപ്പം സങ്കടപ്പെടാനും നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കാനും ഒരു ആത്മാവ് അവിടെ ജീവിച്ചിരുന്നു. അത് ഒരു അമ്മയാവണമെന്നില്ല. ഒരു കുടുംബത്തിന് വേണ്ടി ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മകനായാലും മതി. ഞാനിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. നാളെ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്ത് ചിന്തിക്കുന്ന പറയുന്ന ഒരു മകളായാലും മതി, മകനായാലും മതി, അല്ലേ? അപ്പോൾ സ്നേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു രൂപമല്ല. പക്ഷേ അമ്മയുടെ പേര് പറഞ്ഞത് അമ്മയോടും ഇങ്ങനെ പറയാൻ, അമ്മയോടും ഇങ്ങനെ സ്നേഹിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ഈ വാക്ക് പറയുന്നതും ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയായിരിക്കും, രണ്ടാം സ്ഥാനം അച്ഛനായിരിക്കും, അല്ലേ? എന്നാൽ അമ്മ എവിടുന്ന് ഈ പോയിന്റൊക്കെ പിടിച്ചിട്ട് വരുന്നു നേരത്തെ ആണോ? ഇവന്റെ തലമണ്ടൊക്കെ ഒരെണ്ണം കൊടുത്തിട്ടാന്ന് കാര്യമുള്ളൂ അല്ലേ? അങ്ങനെയാണല്ലേ? അമ്പടി ഭയങ്കര സംഭവമാണ് അമ്മ. പിന്നെ തോന്നാണ്ട് പിന്നെ എന്തൊക്കെ മാറ്ററുകളാണ് എടുത്തിട്ടുണ്ട് നോക്ക്. അല്ല, എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ. ഏതൊക്കെ വീടുകളിൽ നിങ്ങൾ പോയാലും ആ വീട്ടിലൊക്കെ ഒരാളുണ്ടാവും എന്നൊരു പറയാം. ഞാൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വില അറിയില്ല, ഞാൻ ഇല്ലാണ്ടാവട്ടെ അന്ന് നിങ്ങൾക്ക് എൻ്റെ വില എന്താണെന്ന് മനസ്സിലാവും. ഈ വർത്താനം നമ്മുടെ അമ്മയിൽ നിന്ന് മാത്രമല്ല, എന്നൊക്കെയോ അമ്മയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ശരി, ഭയങ്കര ഇത് സ്വന്തം കാര്യം പറയാണല്ലേ. അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ബിനുവിനോടും പറഞ്ഞിട്ടുണ്ട്. അവൻ കൂടുതൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പറയേണ്ടി വന്നിട്ടില്ല. അതാണ് സത്യം. മനസ്സിലായോ? ഇപ്പൊ ഇത്ര നേരം വേണ്ടിയല്ലോ ട്യൂബ് ലൈറ്റ് കണ്ട.
ഏതാണ്ടല്ല ആയി. ഇത്രയേ ഉള്ളൂ ഈ കറി. കണ്ട, ഇതിന് നമ്മൾ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. നാളികേരം കുറച്ച്, ഒരുപാട് ഇടരുത്. ഒരു 2 സ്പൂൺ നാളികേരം, ഒരു വെളുത്തുള്ളി അല്ലി, 2 ചെറിയ ഉള്ളി, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എരിവ് വേണ്ടിച്ചാൽ അത്ര പേരൊന്നും വേണ്ട. എന്നിട്ട് ഇത് വേവിച്ച് ഇതിങ്ങനെ ഒരു കറി. അപ്പോൾ എന്നും നമ്മുടെ മുമ്പത്ത് ഇങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില ആൾക്കാരുടെ ആ വർത്തമാനങ്ങൾ എന്നെന്നും നമ്മുടെ വീട്ടിലുണ്ടാവട്ടെ. ആ വർത്തമാനം പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ ഇത്തിരി സമയം കൊടുക്കണം, അവർക്കൊരു പരിഗണന കൊടുക്കണം. കാരണം നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഹൃദയങ്ങളെല്ലാം. അപ്പോൾ സ്നേഹിക്കാനും സ്നേഹം നൽകാനും സമയത്തെ നഷ്ടപ്പെടുത്താതെ പൈസയും കാര്യങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ സ്നേഹത്തിനൊരു പ്രാധാന്യം കൊടുക്കണം. കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുത്തില്ലെങ്കിൽ ആ സ്നേഹത്തിന് ഒരു വിലയുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആത്മാക്കൾ, ശുദ്ധാത്മാക്കൾ ഓരോ കുടുംബത്തിലും ഉണ്ടാവും. അങ്ങനെ ഓരോ കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള ശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അവരെ ഒന്ന് പരിഗണിക്കുക, അത്രമാത്രം മതി. ഒരുപാടൊന്നും അവരോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ അവരൊന്ന് മൈൻഡ് ചെയ്താൽ മതി. ഇതിനേക്കാളിലും 10 ഇരട്ടിയായിട്ട് 1000 വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു പ്രാർത്ഥിക്കും. ആ ശുദ്ധ ഹൃദയങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഒരുപാട് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ശുഭകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും പിന്നെ അമർത്ത് ഇങ്ങനെ പറയുന്ന ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നാമ്പുറത്തുള്ള ദുഃഖത്തെ കണ്ടുപിടിക്കാനും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളറിയാതെ നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ഈ എന്താ പറയുക, ഇത്രയും പവിത്രമായ ഈ ഹൃദയത്തിൻ്റെ ഉടമകൾ ഓരോ വീട്ടിലും ഉണ്ടാവും. ആ ഓരോ വീട്ടിലുള്ള ആ പവിത്രമായ ഉടമകളെ എന്നും മറക്കാതെ സ്നേഹം നൽകാനും സ്നേഹം കൊടുക്കാനും മറക്കാതിരിക്കുക, അല്ലേ? അതെ, പണത്തിന് മാത്രം പ്രാമുഖ്യത്തെ കൊടുക്കാതെ എത്രയോ ജന്മങ്ങളുണ്ടാവും. അവർ സ്നേഹത്തിന് മാത്രം കൊതിക്കുന്നവർ. അപ്പോൾ അവർക്ക് അത് നൽകാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇത് മറക്കാതിരിക്കട്ടെ, അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടം നമുക്ക് സ്നേഹം തന്നെയാണ്, അല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിക്കും, അല്ലേ? തീർച്ചയായിട്ടും, അതിലെന്താ സംശയം? അപ്പൊ നിങ്ങൾ വരികയാണെങ്കിലേ ഈ കറി മാത്രമല്ല കേട്ടോ, കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ കുറച്ചൊന്നുമല്ല, ഒരുപാട് കൊടുത്തയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നും നാളെയും നിന്നാലും തീരില്ല എന്ന് തോന്നുന്നുണ്ട്, അത്ര കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഞാൻ അതെല്ലാം തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്നും നിങ്ങളുടെ വീട്ടിൽ ഞാനില്ലെങ്കിൽ അപ്പം നിനക്ക് മനസ്സിലാവുക എൻ്റെ വില എന്ന് പറയണ ആ കുടുംബത്തിനെ സ്നേഹിക്കുന്ന, ആ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.